ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും ഇൻഡെക്സ് 22,775 എന്ന 52 വീക്ക് ഹൈ ടച്ച് ചെയ്തതിനു ശേഷം 22,753 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഇന്ത്യയുടെ സ്ട്രോങ് എക്കണോമിക് ഗ്രോത്ത് ഔട്ട്ലുക്ക്, വരാൻ പോകുന്ന റേറ്റ് കട്ട് സൈക്കിളുകൾ, കൂടാതെ മികച്ച ക്വാർട്ടർലി റിസൾട്ട് സെഷൻ, ലോക്സഭാ ഇലക്ഷന് ശേഷം ഉണ്ടാകാൻ പോകുന്ന പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി എന്നീ പോസിറ്റീവ് ഫാക്ടറുകളുടെ പശ്ചാത്തലത്തിലാണ് മാർക്കറ്റ് ഓൾ ടൈം ഹൈയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ക്ലോസിംഗുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ന് ഇൻഡെക്സ് 111 പോയിൻ്റ് ഉയർന്ന് 22,753 അടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത്. ഒട്ടുമിക്ക ഇൻഡെക്സുകളിലും ഇന്ന് ബൈയിങ് മൊമെൻറ്റം പ്രകടമായിരുന്നു. നിഫ്റ്റി മീഡിയ 1.80ഉം നിഫ്റ്റി PSU ബാങ്ക് 1.53%, ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടർ 1.5%, FMCG സെക്ടർ 1.2%, മെറ്റൽ 1.18% ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകി. അതേസമയം ഫാർമ ഇൻഡെക്സ് 0.3ഉം ഓട്ടോ ഇൻഡെക്സ് 0.06% ഡൗൺ സൈഡിലാണ് ക്ലോസിംഗ് നൽകിയിരിക്കുന്നത്. വരാൻ പോകുന്ന ഇൻഫ്ലേഷൻ ഡേറ്റ മാർക്കറ്റിൽ ഒരു അസ്ഥിരത ക്രിയേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഫിച്ച് എന്ന റേറ്റിംഗ് ഏജൻസി ചൈനയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ഡൗൺഗ്രേഡ് ചെയ്തതും ഗ്ലോബൽ മാർക്കറ്റിൽ ഒരു കോഷൻ അല്ലെങ്കിൽ ഒരു വാർണിംഗ് സിറ്റുവേഷനായി മാറുന്നുണ്ട്. 22,750 എന്ന ലെവലിന് മുകളിലുള്ള ഡിസിസീവ് ബ്രേക്കൗട്ട് മാർക്കറ്റിനെ 23,000 എന്ന ലെവലിലേക്ക് എത്തിക്കും എന്നാണ് പൊതുവെ അനലിസ്റ്റുകൾ വിശ്വസിക്കുന്നത്. ഇന്നത്തെ ദിവസം കോൾ ഇന്ത്യ എന്ന സ്റ്റോക്ക് 3.5% ഉയർന്നു. BPCL 3.37%, ITC 2.23% ഉയർന്നു. അതേസമയം HDFC ലൈഫ് 2% ഇടിഞ്ഞു. സിപ്ല 1.68%, മാരുതി സുസുക്കി 1.65% ഇടിഞ്ഞു. ഇന്ത്യ വിക്സ് 2% കൂൾ ഓഫ് ആയി 11.11 എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഗോൾഡ് ഉൾപ്പെടെയുള്ള കോമോഡിറ്റികളുടെ വിലയിൽ ഒരൽപ്പം റിലാക്സ് കാണാൻ സാധിച്ചു. ക്രൂഡ് ഓയിലിൻ്റെ വില 0.23% ഇടിഞ്ഞ് $89 പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. USD INR 0.01% ഇടിയുകയും USD ഡോളർ ഇൻഡെക്സ് 0.11% ഇടിഞ്ഞ് 103 രൂപ 81 പൈസയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഇന്ന് മെറ്റൽ സെക്ടറിൽ ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സ്റ്റോക്കാണ് വേദാന്ത. 6.8% ഉയർന്ന് 361 ക്ലോസിംഗ് നൽകി. 1.34 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 28.5, ഡിവിഡൻഡ് ഈൽഡ് 17.3%. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് 31% റിട്ടേണും ഇയർ ടിൽ ഡേറ്റിൽ 40% റിട്ടേണും ഒരു വർഷം കൊണ്ട് 32% റിട്ടേണുമാണ് വേദാന്ത നൽകിയത്. പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ CLSA വേദാന്തയ്ക്ക് ബൈ എന്ന റേറ്റിംഗും 15% അപ്സൈഡിലുള്ള ടാർഗറ്റ് നൽകിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നത്. വേദാന്തയ്ക്ക് 390 രൂപയുടെ ടാർഗറ്റാണ് CLSA നൽകിയിരിക്കുന്നത്. ഡൈവേഴ്സിഫൈഡ് എക്സ്പോസറിൻ്റെ പശ്ചാത്തലത്തിൽ വരുന്ന കോമഡിറ്റി അപ്സൈക്കിളിൻ്റെ ബെനിഫിറ്റ് വേദാന്തയ്ക്ക് ലഭിക്കുന്നു. കൂടാതെ കമ്പനിയുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ പശ്ചാത്തലത്തിൽ മാർജിൻ എക്സ്പാൻഷൻ്റെ ബെനിഫിറ്റും കമ്പനിക്ക് ലഭിക്കുന്നു. ഈ പോസിറ്റീവ് ന്യൂസുകളുടെ പശ്ചാത്തലത്തിലാണ് CLSA വേദാന്ത എന്ന സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 15% അപ്സൈഡിലുള്ള ടാർഗറ്റും നൽകിയിരിക്കുന്നത്. വേദാന്തയുടെ അലൂമിനിയം സോഴ്സിൽ നിന്നുള്ള റവന്യൂ അല്ലെങ്കിൽ അലൂമിനിയം സോഴ്സ് വഴിയുള്ള എബിറ്റ 38%, സിങ്ക് കോമഡിറ്റി വഴിയുള്ള എബിറ്റ 41%, ഓയിൽ സെഗ്മെൻറ്റിൽ നിന്നുള്ള എബിറ്റ 14% വർദ്ധിക്കും എന്നാണ് പല അനലിസ്റ്റുകളും പറഞ്ഞിരിക്കുന്നത്. ഇതുകൂടാതെ മാക്രോ എൻവയോൺമെൻറ്റിൽ ഫോം ചെയ്തിരിക്കുന്ന ഒരു ടെയിൽ വിൻഡ് സ്റ്റോക്കിൻ്റെ അപ്സൈഡ് ജേർണിക്ക് പിന്നിലെ പ്രധാന ട്രിഗറായി പ്രവർത്തിക്കും. 2025-27 ഫിനാൻഷ്യൽ ഇയറിൽ വേദാന്ത ഗ്രൂപ്പിൻ്റെ എബിറ്റ $5 ബില്യൺ നിന്നും $7.5 ബില്യൺ ഉയരുമെന്നാണ് CLSAയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. കൂടാതെ എൻറ്റയർ ഗ്രൂപ്പിൻ്റെ ഡെപ്റ്റ് വരും സമയങ്ങളിൽ കമ്പനിക്ക് $10 ബില്യൺ താഴെയാക്കി മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും. വേദാന്ത എന്ന കമ്പനി റീസെൻ്റ്ലി അതിൻ്റെ ഡീമർജർ പ്ലാനും അനൗൺസ് ചെയ്തിരുന്നു. വേദാന്ത ചെയ്യുന്ന നേച്ചർ ഓഫ് ബിസിനസ് അനുസരിച്ച് വേദാന്ത എന്ന കമ്പനിയെ 6 പ്രത്യേക എൻറ്റിറ്റികളാക്കി റീലിസ്റ്റ് ചെയ്യാനാണ് കമ്പനിയുടെ മാനേജ്മെൻറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതുവഴി കമ്പനിക്ക് മുകളിലുള്ള ഡെപ്റ്റും ലിവറേജ് ചെയ്യാൻ സാധിക്കും. വേദാന്ത എന്ന സ്റ്റോക്കിന് 13 അനലിസ്റ്റുകളിൽ 8 അനലിസ്റ്റുകളും ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. 3 അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന റേറ്റിംഗും 2 അനലിസ്റ്റുകൾ സെൽ എന്ന റേറ്റിംഗും നൽകിയിട്ടുണ്ട്. വേദാന്ത എന്ന സ്റ്റോക്ക് 400 ട്രേഡ് ചെയ്യുന്നു. 420 സ്റ്റോക്കിൻ്റെ നെക്സ്റ്റ് റെസിസ്റ്റൻസും അല്ലെങ്കിൽ നെക്സ്റ്റ് ടാർഗറ്റുമാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് ടാറ്റ മോട്ടോഴ്സുമായി ബന്ധപ്പെട്ടതാണ്. ടാറ്റ മോട്ടോഴ്സ് 0.55% ഇടിഞ്ഞ് 1014 ക്ലോസിംഗ് നൽകി. 3.71 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 17.86, ഡിവിഡൻഡ് ഈൽഡ് 0.2%. 52 വീക്ക് ഹൈ 1065, 52 വീക്ക് ലോ 482.
ടാറ്റ മോട്ടോഴ്സിൻ്റെ Q4 ബിസിനസ് അപ്ഡേറ്റ് ഇന്ന് പുറത്തു വന്നു. Q4 ബിസിനസ് അപ്ഡേറ്റിൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഹോൾസെയിൽ സെയിൽസ് 8% വർദ്ധിച്ച് 3,77,432 യൂണിറ്റായി മാറിയിട്ടുണ്ട്. ഇനി ടാറ്റ മോട്ടോഴ്സിൻ്റെ പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റിലെ സെയിൽസ് ഏകദേശം 15% വർദ്ധിച്ച് 1,55,651 യൂണിറ്റുകളാണ് കമ്പനി Q4 സെൽ ചെയ്തിരിക്കുന്നത്. ജഗ്വാർ ലാൻഡ് റോവർ എന്ന ടാറ്റ മോട്ടോഴ്സിൻ്റെ സബ്സിഡറി കമ്പനിയുടെ റീറ്റെയിൽ സെയിൽസിൽ 81% വളർച്ച ഉണ്ടാവുകയും 4,436 വെഹിക്കിൾ യൂണിറ്റുകൾ ജഗ്വാർ ലാൻഡ് റോവറിന് സെൽ ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. JLR, റേഞ്ച് റോവർ, ഡിഫൻഡർ എന്നിവയുടെ സെയിൽസ് 120%-ൽ നിന്നും 160%-ലേക്ക് ഉയർന്നു. കൂടാതെ കമ്പനി റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത ഡിസ്കവറി സ്പോർട്ടിൻ്റെ സെയിൽസ് 50%-ൽ നിന്നും 55%-ലേക്ക് ഉയരുകയും ചെയ്തു. ഇവിടെ റേഞ്ച് റോവർ, ഡിഫൻഡർ ബ്രാൻഡ്സ് എന്നിവയുടെ ഡിമാൻഡ് വർദ്ധിക്കുന്നത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് കൂടിയാണ്. JLRൻ്റെ റീറ്റെയിൽ സെയിൽസിൽ 43% വർധന ഉണ്ടാവുകയും 884 യൂണിറ്റ് കമ്പനിക്ക് സെൽ ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. കൂടാതെ പ്രീ ഓൺഡ് ബിസിനസ്സിൽ 28% വളർച്ച JLR കൈവരിക്കുകയും ചെയ്തു. ഈ ഫാക്റ്റുകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ നാളത്തെ ദിവസം ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്കിനെയും ശ്രദ്ധിക്കാം. ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്ക് 1050 എന്ന ലെവലിൽ ബ്രേക്കൗട്ട് നൽകിയതിനു ശേഷം സ്റ്റോക്കിലെ ബ്രേക്കൗട്ട് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി പരിശോധിക്കാവുന്നതാണ്. അതല്ല സ്റ്റോക്ക് കറക്റ്റ് ആവുകയാണെങ്കിൽ 950-നടുത്ത് സപ്പോർട്ട് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.